ടീച്ചർ പുതിയതായിട്ട് വന്നതാണോ? കാലമത്തായി സാറിന് പകരം വന്നതാണോ ടീച്ചർ? ടീച്ചറിന്റെ വീട് എവിടാ? പേരെന്താ ടീച്ചർ? ആ ബഹളം വേണ്ട. ഇനി ഞാനാ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ, വത്സല ടീച്ചർ. ഇനി എന്തൊക്കെ അറിയണ്ടേ? ടീച്ചർ തല്ലോ? പിന്നെ പറഞ്ഞതനുസരിക്കാതെയും പഠിക്കാതെ ഇരുന്നാൽ തീർച്ചയായും തല്ലും. ഇനി ആരാ ഈ ക്ലാസ്സിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നത്? ഒന്നാമൻ. ആരാ ഉണ്ണി? മിടുക്കൻ. ആ ഇനി ആരാ പഠിക്കാൻ ഏറ്റവും മോശം? വെക്കാതെ ഇരിക്കൂ. ആരാ മുരളി? മുരളി പാട്ടിന് വെച്ചാ ടീച്ചർ. അതെയോ? പാട്ടില് മാത്രം മതിയോ? പഠിത്തത്തിൽ ഒന്നാമനാവണ്ടേ? ഇരുന്നോളൂ. ടീച്ചറെ കാള പ്രസവിക്കോ? വണ്ടിക്കാള പ്രസവിക്കോ? കാളയല്ലല്ലോ, പശുവല്ലേ പ്രസവിക്കുന്നത്. ഇവിടെ ഒരു കാള പ്രസവിച്ചിട്ടുണ്ട് ടീച്ചർ. ഈ മുരളിയെ കാള വിറ്റതാ. അനുസരിക്കത്തില്ലല്ലേ? എന്താ ടീച്ചർ ഇവിടെ ഒരു ബഹളം? ഒന്നുമില്ല, പിള്ളേർ തന്നെ വഴക്കിട്ടതാ. ഇവനതൊരു പതിവാ ടീച്ചറെ. ഇവനെങ്ങനെ വിട്ടാൽ ഒക്കത്തില്ല, മഹാശല്യവാ. വാടാ, നിന്നെ ഇനി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. വേണ്ട ടീച്ചർ, എന്റെ ക്ലാസ്സിൽ ആദ്യമായിട്ടല്ലേ, ഇനി ഞാൻ നോക്കിക്കോളാം. ടീച്ചറെ വിട്ടേ. ടീച്ചറെ പുതിയതായിട്ട് വന്നതുകൊണ്ട് തോന്നുന്നതാ. ഇവനെയൊക്കെ എനിക്കറിയാൻ പാടില്ലാത്തോടോ. വാടാ അവിടെ. ടീച്ചർ വേണ്ട. പിന്നെ ഈ കുട്ടിച്ചാത്തനെ വെച്ചിട്ട് എങ്ങനെയാ സാറേ ക്ലാസ് എടുക്കുന്നത്? എന്താ ടീച്ചറെ? പുതിയ ടീച്ചറുടെ ക്ലാസ്സിൽ ഇവന് അടിയുണ്ടാക്കി. പുന്നു സന്ധിനെ മുരളിയെ കാളപറ്റതാണെന്ന് പറഞ്ഞ് അതുകൊണ്ടല്ലേ ലേളയൊക്കെ ഉണ്ടായേ? മുരളിയെ എല്ലാരും കളിയാക്കും ടീച്ചർ. മുരളി പാവാ. മുരളിക്ക് അച്ഛനുമില്ല അമ്മയുമില്ല. കാളവണ്ടിക്കാരനെ എവിടുന്നോ കിട്ടിയതാ. അവരൊരുപാട് പണിയെടുപ്പിക്കും. എന്നാലും ഒറ്റ ദിവസം ക്ലാസ് മുടങ്ങത്തില്ല. പഠിക്കണമെന്ന് അവന് വലിയ ഇഷ്ടമാ. നിന്റെ രക്ഷാകർത്താവെന്നും കൊണ്ട് ഒരുത്ത നടപ്പുണ്ടല്ലോ, അയാളെ വിളിച്ചോണ്ട് വന്നിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി. വീട്ടിൽ വേണ്ടാത്തതൊന്നും ഇവിടെയും വേണ്ട. ഓ